വർഷം 2008. സ്ഥലം എറണാകുളം. സിനിമയുടെ ഓഡിഷനാണ് രംഗം. ചിത്രം ദിലീപ് നായകനായ ക്രേസി ഗോപാലൻ. ഓഡിഷനിൽ പങ്കെടുക്കാൻ അമ്മയോടൊപ്പം ഒരു പെൺകുട്ടി എത്തി. വളരെ നന്നായി അഭിനയിച്ചു. സ്ക്രീൻ ടെസ്റ്റ് നോക്കിയപ്പോഴും മികച്ച അഭിനയം. പക്ഷേ ആ പെൺകുട്ടി തിരഞ്ഞെടുക്കപ്പെട്ടില്ല. സ്ക്രീനിൽ കുറച്ചുകൂടി സൗന്ദര്യം തോന്നിപ്പിക്കുന്ന, കുറച്ചുകൂടി ഉയരവും പ്രായവുമുള്ള ഒരു പെൺകുട്ടിയെ വേണമെന്ന് അണിയറ പ്രവർത്തകർക്ക് നിർബന്ധം. ക്രേസി ഗോപാലനിലെ നായികയായ ഡയാന ജോൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാനാണ്. ഒടുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് തെലുങ്ക് നടിയായ രാധ വർമ്മയാണ്. അന്ന് തഴയപ്പെട്ട ആ പെൺകുട്ടി പിന്നീട് തെന്നിന്ത്യയിലെ സൂപ്പർ നായികയായി. സാമന്ത റൂത്ത് പ്രഭു. അതെ, നമ്മുടെ സാമന്ത തന്നെ. ക്രേസി ഗോപാലിന് ശേഷം 2 വർഷം കഴിഞ്ഞാണ് സാമന്തയുടെ സിനിമാ പ്രവേശം. ചിത്രം യേ മായ ചേസാവേ. ഗൗതം വാസുദേവ് മേനോൻ നിർമ്മിച്ച ഈ തെലുങ്ക് ചിത്രം 2010-ലാണ് റിലീസ് ചെയ്തത്. സാമന്ത എന്ന താരത്തിൻ്റെ കുതിപ്പാണ് പിന്നീട് കണ്ടത്. ഇന്ന് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നായികമാരിൽ ഒരാളാണ് സാമന്ത.